രാജ്യത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുകയും IS പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങളുമായി തോളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത PFI എന്ന മത ഭീകര പ്രസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ തന്നെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന SDPI എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുകയാണ്. നിരോധിക്കപ്പെട്ട PFIയുടെ ഛോട്ടാ നേതാക്കളും പ്രവർത്തകരും SDPIയിലേക്ക് ചേക്കേറി എന്നത് അറിയാത്തവരല്ല നമ്മുടെ മാധ്യമക്കാരും രാഷ്ട്രീയക്കാരും. അവർ വരുന്ന തിരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് വിജയം അനിവാര്യമാകുമ്പോൾ ധാർമ്മികതയ്ക്ക് എന്ത് പ്രസക്തി എന്നതാണ് ചോദ്യം. SDPIയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം പോലും കോൺഗ്രസിന് ഇന്ന് ഇല്ലാതെ പോയിരിക്കുന്നു. കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച SDPIയുടെ വോട്ടുകൾ ഒഴിവാക്കേണ്ട എന്നാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം. ഈ അവസ്ഥ തികച്ചും അപകടകരമാണ്. രാജ്യവിരുദ്ധ ശക്തികളുടെ വോട്ടും അഭികാമ്യം എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ നയരേഖ എന്താണെന്ന് വോട്ട് ചെയ്യുന്നവർ ഒന്നുകൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. തങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചവരോട് തങ്ങളുടെ ആവശ്യങ്ങൾ നിർബന്ധപൂർവം ഉന്നയിക്കുവാനുള്ള അവകാശം SDPI ഒരുപക്ഷെ പിന്നീട് വിനിയോഗിച്ചേക്കാം. തോൽവിയിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയല്ല കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ജയിക്കുവാനുള്ള ആവേശത്തിൽ അവർ ചെന്നുപെടുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത പ്രശ്നങ്ങളിലേക്കാണ്. അത് മനസ്സിലാക്കാൻ അവരുടെ നേതൃത്വത്തിനോ ഉപദേശകർക്കോ കഴിയുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരുടെയും ആയുധം കൊണ്ട് അരാജകത്വം സൃഷ്ടിച്ചവരുടെയും കൈവെട്ടുകാരുടെയും കുട്ടിയെ കൊണ്ട് മരണാനന്തര ചടങ്ങുകൾക്കുള്ള കുന്തിരിക്കവും അവിലും മലരും കരുതി വെച്ചോ എന്ന് പരസ്യമായി വിളിപ്പിക്കുന്നവരുടെയും വോട്ട് നിഷേധിക്കുവാനുള്ള ആത്മബലമില്ലാതെ പോയത്. SDPIയുടെ ബുദ്ധിപരമായ ഈ തന്ത്രത്തിൽ കോൺഗ്രസ് ചെന്നു വീഴുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ SDPIയുടെ വോട്ടുകൾ നിഷേധിച്ചിരുന്നുവെങ്കിൽ തികച്ചും അപ്രസക്തമായി മാറേണ്ടിയിരുന്ന SDPI എന്ന പാർട്ടി തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ മാത്രം പ്രതിനിധികളാണെന്നും മുസ്ലിം സമുദായത്തിന്റെ മൊത്തം വ്യക്താക്കളല്ലെന്നും കോൺഗ്രസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. SDPIയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. രാഷ്ട്രീയപരമായി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന തന്ത്രമാണ് അവർ പയറ്റുന്നത്. 2024 അതിവിദൂരമല്ല എന്നും അവർക്ക് കൃത്യമായി അറിയാം. അവരുടെ ഈ തന്ത്രത്തിൽ ചെന്ന് വീണുകൊടുക്കുവാൻ തയ്യാറെടുക്കുന്നത് ദേശീയ പാർട്ടിയായ കോൺഗ്രസും. ഖാലിസ്ഥാനികളോടും LTTEയോടും ഇപ്പോൾ SDPIയോടും പുലർത്തുന്ന ഈ മൃദു സമീപനം എല്ലാ കാലത്തും കനത്ത നഷ്ടമുണ്ടാക്കിയത് കോൺഗ്രസിന് തന്നെയെന്ന് ആരെങ്കിലും അവർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ.